ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ നെല്ലിക്ക ഇടാം. ഇതിന് നല്ലോണം കഴുകി 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഇതിനകത്തുള്ള അഴുക്കും കാര്യങ്ങളും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലൊരു വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ നെല്ലിക്ക എല്ലാം നല്ല വൃത്തിക്ക് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനി ആവി കയറ്റാം. അങ്ങനെ നെല്ലിക്ക എല്ലാം ഇഡ്ഡലിച്ചെമ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ആവി കയറ്റി എടുക്കാം. നെല്ലിക്കയെല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ആവി കയറ്റി എടുക്കുമ്പോൾ ഇതേപോലെ നെല്ലിക്ക വിട്ട് വരും. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാനൊക്കും. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം. എപ്പോഴും അച്ചാറിടാൻ ബെസ്റ്റായിട്ടുള്ള ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, കാന്താരി മുളക്, പച്ചമുളക് ഇതെല്ലാം ഇട്ട ശേഷം എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഒരുപാട് ഇതായി കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നല്ല മണം, മിക്സ് ചെയ്യുമ്പോഴേ നല്ല മണം വരുന്നുണ്ട്. മുമ്പേ ഓഫ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റൗ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം ആവശ്യത്തിന്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാൻ. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കുക ഇത് തിളയ്ക്കാനായിട്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് വിനാഗിരി ആഡ് ചെയ്യാം. ഒരടുപ്പ് വിനാഗിരിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ടാണ് നമ്മുടെ തീ കുറച്ച് വെച്ച് അതിലേക്ക് നമ്മുടെ നെല്ലിക്ക നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ദിവസമൊക്കെ ഇതിങ്ങനെ വെക്കണം കേട്ടോ, ചീനച്ചട്ടിയിൽ തന്നെ. അപ്പം നല്ലപോലെ ആ നെല്ലിക്കയിൽ ആ ഉപ്പും പുളിയും ആ എരിവും എല്ലാം നല്ലപോലെ പിടിക്കും. മാക്സിമം നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ വേണം യൂസ് ചെയ്യാൻ. നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ നെല്ലിക്കയെല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ 2 ദിവസമൊക്കെ ഇങ്ങനെ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ടിന്നിനകത്തൊക്കെ ആക്കി 1 മാസം വരെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെല്ലിക്ക അച്ചാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്.